കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിപ്പിടിയിൽ വെള്ളനാട് സ്വദേശി കുഞ്ഞുമോൻ കഞ്ചാവ് കുഞ്ഞുമോനാണെന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കുഞ്ഞുമോനെ പിടികൂടിയത്. 5 മാസങ്ങൾക്ക് മുമ്പ് പാറശാലയിൽ 50 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ മുഖ്യപ്രതിയാണ് കുഞ്ഞുമോൻ. കാറിൽ രഹസ്യ അറിയുണ്ടാക്കി അതിവിദഗ്ധമായ ഒഡീഷയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കഞ്ചാവ് എത്തിച്ച് അവിടെ നിന്ന് സംസ്ഥാനത്തുടനീളം വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് കഞ്ചാവ് കുഞ്ഞുമോൻ. അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് പാറശാല പോലീസിന് വിവരം ലഭിക്കുന്നത്. അതിർത്തി വഴി വാഹനത്തിൽ ലഹരി കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 50 കിലോ കഞ്ചാവും വെള്ളനാട് സ്വദേശി ശരണിനെയും പോലീസ് പിടികൂടി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. പോലീസ് പിന്തുടരുന്നുവെന്ന് മനസ്സിലാക്കിയ ലഹരി സംഘം ശരണിനെ മാത്രം തിരുവനന്തപുരത്തേക്ക് അയച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഘത്തലവനായ വെള്ളനാട് സ്വദേശി കുഞ്ഞുമോൻ ആന്ധ്രയിൽ ഒളിവിൽ തുടരുകയാണെന്നും പോലീസ് ഉറപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാറശാല പോലീസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. വാഹനത്തിൽ പ്രത്യേക അറകൾ നിർമ്മിച്ച് ലഹരി കടത്തുന്നതായിരുന്നു കുഞ്ഞുമോൻ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ രീതി. ആന്ധ്രയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കുന്ന കഞ്ചാവ് മറ്റു ജില്ലകളിലേക്കും ഡീലർമാർ വഴി വിറ്റിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞുമോനൊപ്പം തിരുവനന്തപുരത്തേക്ക് വൻതോതിൽ ലഹരി എത്തിക്കുന്ന മറ്റൊരാൾ ഒളിവിലെന്ന് പോലീസിന് വിവരമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.